നമ്മൾ കണ്ടതാണ്. സ്ത്രീകളെ അടക്കം എങ്ങനെയാണ് അപഹസിച്ചത്, പരിഹസിച്ചത് ഒരു മന്ത്രി എന്ന് കണ്ടാണ്. എല്ലാവർക്കും ഫ്രീ എന്ന് പറഞ്ഞ്, സ്ത്രീകൾക്ക് ഫ്രീ ആയി യാത്ര എന്ന് പറഞ്ഞിട്ട് അവസാനം സ്ത്രീകൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെ അപമാനിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ CPIയുടെയും CPMന്റെയും സംസ്ഥാന നേതൃത്വങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് അതത് തലങ്ങളിൽ ആ വിഷയങ്ങൾ കൂടുതൽ ചർച്ച നടത്തുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. CPI എന്റെ പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ CPI ഈ വിഷയം CPIMന്റെ കേന്ദ്ര നേതൃത്വമായി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. കേരളത്തിലെ UDF ഗവൺമെന്റ് അതിന്റെ 100 ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ 100 ദിവസം പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാരിനെ, കേരളം സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ അതോടൊപ്പം ആ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് അതിന്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശന് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഡൽഹിയിൽ വന്നപ്പോൾ മെയ് മാസം 25-ാം തീയതി ദേശീയ മഹിളാ ഫെഡറേഷൻ ഒരു മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. ആ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, കേരളം നിയമസഭയിൽ ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം കൊണ്ടുവന്നുകൊണ്ട്, അതായത് വനിതാ സംവരണ ബില്ലിന് പാസാക്കിയ 2023 പാസാക്കിയ വനിതാ സംവരണ നിയമത്തിൽ ആ നിയമത്തോടൊപ്പം കൂട്ടിക്കെട്ടിയിട്ടുള്ള സെൻസസും ഡീലിമിറ്റേഷനും, ഈ 2 കണ്ടീഷനുകളും നീക്കം ചെയ്തുകൊണ്ട് ഈ നിയമം ഉടനടി നടപ്പിലാക്കണം എന്നുള്ള ഒരു പ്രമേയം കേരളം നിയമസഭ പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടം വരെ ഞങ്ങൾ അദ്ദേഹം ഡൽഹിയിൽ വന്നപ്പോൾ ദേശീയ മഹിളാ ഫെഡറേഷന്റെ ഒരു ഡെലിഗേഷൻ അദ്ദേഹത്തെ നേരിൽ കണ്ട മെമ്മോറാണ്ടം കൈമാറിയത്. അദ്ദേഹം ഉടൻ തന്നെ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങളോട് ഉറപ്പ് നൽകിയതാണ്. 100 ദിവസത്തിനുള്ളിൽ ഒന്നും നടന്നില്ല. പക്ഷെ 100-ാം ദിവസമെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അത് നടന്നില്ല. തിരുവോണ നാളിലെങ്കിലും സ്ത്രീകൾക്ക് രാഷ്ട്രീയമായ ശാക്തീകരണം നൽകുന്ന ഇത്തരത്തിലൊരു നിയമം, ആ നിയമം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് കേരള നിയമസഭയ്ക്ക് അത്തരം ഒരു ചരിത്രം കൂടിയുണ്ട്. നിയമസഭയിൽ മുന്നേയും ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഇതുപോലുള്ള പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിന് സഹായകരമാകുന്ന രീതിയിൽ കേരളം നിയമസഭയും പുതിയ ഗവൺമെന്റ്, UDF ഗവൺമെന്റും നിലനിൽക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെയും ഒരു അക്ഷരവും സംസാരിക്കാത്ത UDF ഗവൺമെന്റിന്റെ നിലപാടിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട്. പ്രതിഷേധിക്കുമ്പോൾ തന്നെ വീണ്ടും ആ ഗവൺമെന്റിനോട്, അതിന്റെ മുഖ്യമന്ത്രിയോട്, ശ്രീ VD സതീശനോട് ഒക്കെ ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, തമിഴ്നാട് ഗവൺമെന്റിന് കേരളം മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന് ശേഷമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഇത്തരമൊരു മെമ്മോറാണ്ടം കൊടുത്തത്. ആ തമിഴ്നാട് ഗവൺമെന്റ് അതിന്റെ മുഖ്യമന്ത്രി തന്നെ മുന്നിൽ നിന്നുകൊണ്ട് തമിഴ്നാട് നിയമസഭയിൽ അത്തരത്തിലൊരു പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റിന് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു തമിഴ്നാടിന്റെ ചുവട് പിൻപറ്റിയെങ്കിലും ഇനിയെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രമേയം സംസ്ഥാന നിയമസഭയിൽ പാസാക്കി അത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തുകൊണ്ട് സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിനോടൊപ്പം കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വ UDF ഗവൺമെന്റും നിൽക്കണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ പരാമർശം, CPMന് തന്നെയാണ് ആ പദവി എന്താണ്, മുന്നണിയിൽ കൃത്യമായ ചർച്ചകൾ നടക്കുമ്പോഴാണ് പരസ്യ പ്രതികരണം നടത്തിയത്. പല നേതാക്കൾ ഇതിനോട് തന്നെ വിമർശനങ്ങൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് ചേച്ചിയുടെ നിലപാടെന്താണ്? അല്ല, ഇത് ചേച്ചിയുടെ നിലപാട് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ നിലപാടല്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ആ പാർട്ടിയുടെ നിലപാട്, CPIക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഇടതുമുന്നണിയിലും അതുപോലെ CPIMന്റെ കേന്ദ്ര നേതൃത്വത്തെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം, കേരളത്തിലെ CPIയുടെ സംസ്ഥാന നേതൃത്വം, CPMന്റെ സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ്. ആ വിഷയം ചർച്ചയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇതിപ്പോ ഇങ്ങനെ ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. അതിൽ മാധ്യമത്തിന്റെ പങ്കെന്താണെന്ന്, മാധ്യമങ്ങളുടെ പങ്കെന്താണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിരവധി വിഷയങ്ങൾ, അവിടെ പുതിയ ഗവൺമെന്റ് വന്ന് ആ ഗവൺമെന്റ് വലിയ പ്രതീക്ഷയോടെ ജനങ്ങൾ അവരെ അത്ര വലിയൊരു ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വന്നുവെങ്കിലും പക്ഷെ ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ വിഷയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സ്ത്രീകളെ അടക്കം എങ്ങനെയാണ് അപഹസിച്ചത്, പരിഹസിച്ചത് ഒരു മന്ത്രി എന്ന് കണ്ടാണ്. എല്ലാവർക്കും ഫ്രീ എന്ന് പറഞ്ഞ്, സ്ത്രീകൾക്ക് ഫ്രീ ആയി യാത്ര എന്ന് പറഞ്ഞിട്ട് അവസാനം സ്ത്രീകൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെ അപമാനിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ രീതിയിൽ
ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഇപ്പോഴുണ്ട്. അതിനെതിരായി ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മുഴുവൻ ശ്രദ്ധ ഇത് സംസ്ഥാന സർക്കാരിനെ ഒരു വിധത്തിൽ അവർ വലിയ സന്തോഷിക്കുകയാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ജനകീയ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ തന്നെ ആ വിഷയത്തിൽ നിലപാടെടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ അത് കേന്ദ്ര നേതൃത്വങ്ങളും CPI-യുടെയും CPM-ന്റെയും കേന്ദ്ര നേതൃത്വങ്ങൾ സംസാരിച്ച വിഷയമാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കേരളത്തിലെ CPI-യുടെയും CPM-ന്റെയും സംസ്ഥാന നേതൃത്വങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് അതത് തലങ്ങളിൽ ആ വിഷയങ്ങൾ കൂടുതൽ ചർച്ച നടത്തുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. അപ്പൊ ഇങ്ങനെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോഴേ മുന്നണിക്കുള്ളിൽ ഒരു വിടവുണ്ട് എന്നല്ലേ പൊതുമധ്യത്തിൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് എന്താ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല, ഞാനിത് സ്വകാര്യമാണെന്നോ അല്ല, ഇത് പരസ്യമായിട്ടുള്ള കാര്യമാണ്, പൊതുജനങ്ങളുടെ ശ്രദ്ധയിലുള്ള പൊതുജന മധ്യത്തിലുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ, പിന്നെ CPI എന്റെ പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നു, ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ CPI ഈ വിഷയം CPIM-ന്റെ കേന്ദ്ര നേതൃത്വമായി സംസാരിച്ചിട്ടുണ്ട്. അത് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിലും അത് തന്നെയാണ് സ്ഥിതിയുള്ളത്. അപ്പം അത്തരത്തിലൊരു ആ രീതിയിൽ അതിനെ ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. പാർട്ടിയുടെ നിലപാട് ഇതാണ്. ഇത് പരിഗണനയിൽ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും ഒക്കെ പരിഗണനയിലുള്ള വിഷയമാണ്. അത് ആ രീതിയിൽ ചർച്ച ചെയ്ത് അത് പരിഹരിക്കുമെന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഈ പദവി വിട്ടുകഴിഞ്ഞാൽ തയ്യാറുള്ള നിലപാടിലാണ് CPM ഉറച്ചു നിൽക്കുന്നത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ അഖിലേന്ത്യാ സെക്രട്ടറി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെയും ഇപ്പൊ രാവിലെ വരെയുള്ള എന്റെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടു കൂട്ടരുടെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെയും പരിഗണനയിലുള്ള വിഷയമാണ്. അവരത് ചർച്ച ചെയ്തുകൊണ്ട് അതെങ്ങനെ ഏത് രീതിയിൽ പരിഹരിക്കാമെന്നുള്ള രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ പരിഗണനയിലുള്ളതാണ്. അതല്ലാതെ ഇത് അവിടെ സംസാരിച്ച് പരിഗണിച്ച് അതിനൊരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. അപ്പൊ ആ തീരുമാനം, ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അത്രമാത്രമാണ് ഇപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഐക്യത്തെ തകർക്കില്ലേ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇങ്ങനെ നീണ്ടുപോകുന്നതും പ്രശ്നമായി ചർച്ച എല്ലാവരും പരസ്യ പ്രതികരണം നടത്തുന്നതൊക്കെ ഐക്യത്തെ ബാധിക്കില്ലേ? പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ സർക്കാരിനെതിരായ പോരാട്ടത്തെയൊക്കെ ബാധിക്കില്ലേ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇതിന്റെ പ്രത്യാഘാതം എന്താണ്, അല്ലെങ്കിൽ അത് അങ്ങനെ വന്നാലെങ്കിൽ എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചോദിച്ച ചോദ്യം അതാണ്, ഈ വിഷയം എന്താണ്? ആ വിഷയത്തിൽ എനിക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഇത് CPI-യുടെയും CPM-ന്റെയും സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ നേതൃത്വങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വളരെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യാഘാതമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നൊക്കെ വളരെ നന്നായി ബോധ്യമുള്ള പാർട്ടി നേതൃത്വമാണുള്ളത്. ആ പാർട്ടി നേതൃത്വങ്ങൾ ഈ വിഷയം പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യും.